ഹായ്. അപ്പൊ ഇന്ന് ക്രിസ്മസ് ആയിട്ട് ഇവിടെ പഴങ്കഞ്ഞി ചോറാണ് അല്ലേട്ടാ. നമുക്ക് എന്നും പഴങ്കഞ്ഞി തന്നെയാണ്. നമുക്ക് എന്നും ക്രിസ്മസ് തന്നെയാണ്. അതെ, നമുക്ക് എന്നും ക്രിസ്മസ് ആണ്. അപ്പൊ ക്രിസ്മസിന് അതെ, പഴങ്കഞ്ഞിയും കായപ്പേരിയും മത്തി വറുത്തതും. ക്രിസ്മസ് ആയിട്ട് എന്തിനാ ലീവാക്കി? ഞാൻ കോഴി വാങ്ങാൻ തിരുവല്ലാമല പോയപ്പോ തിരുവല്ലാമലക്കാര് മൊത്തം കോഴിക്കടയിൽ പിന്നെ ഞാൻ ആർക്ക് വേണ്ടിട്ട് പിന്നെ എല്ലാവരുടെയും ബീഫും പോർക്കും ഒക്കെ ഉണ്ടാവും. അപ്പൊ അതൊന്നും കുറഞ്ഞിട്ട് കാര്യമില്ല. ഞങ്ങളിവിടെ ക്രിസ്മസ് ആഘോഷിക്കാം. ഇത് കുറച്ച് പെരുങ്കൂടി. ഇന്നലെ ഞങ്ങൾ വന്നപ്പോ സമയം ഒത്തിരി വൈകി. 12-1 മണി രാത്രിത്തെ ചോറും കിട്ടില്ല. അപ്പൊ അതിന് വെള്ളം വിശേഷം കളയാൻ പറ്റില്ലല്ലോ. കളയാൻ പറ്റില്ലല്ലോ. അതിൽ വെള്ളം ഒഴിച്ചു അത് നമ്മൾ രാവിലെ എടുത്ത് കഴിക്കും. രാവിലെ അല്ലത് ഫ്രിഡ്ജ് ഒരു അബദ്ധം പറ്റി. ഈ പ്രാവശ്യം നമ്മള് റേഷൻ കടയിലേക്ക് 2-ാം തീയതി പോയത്. അതായത് കഴിഞ്ഞ മാസത്തെ അരി നമ്മൾ 2-ാം തീയതി വാങ്ങാൻ പറ്റിച്ചത്. പക്ഷെ ഈ മാസത്തെ അരി മാത്രമേ അവർ തന്നു. കഴിഞ്ഞ മാസത്തെ അരി 30-ാം തീയതിക്കുള്ളിൽ വാങ്ങിച്ചതും കിട്ടില്ലയാണ്. അപ്പൊ എല്ലാവരും ശ്രദ്ധിച്ചോളൂട്ടാ. ഞങ്ങൾക്ക് ആകെ കുറച്ച് അരി ഉണ്ടായിരുന്നുള്ളൂ. അത് കറക്റ്റ് സമയത്തായത് 30-ാം തീയതി ഞാൻ ഈ മനുഷ്യനോട് പറഞ്ഞതാ പോയി വാങ്ങുന്നു. അപ്പൊ നാളെ വാങ്ങാം, മറ്റന്നാ വാങ്ങാം. കഴിഞ്ഞ മാസത്തെ അരി 2-ാം തീയതി വരെ ഉണ്ടാവും 4-ാം തീയതി കിട്ടാറുള്ളതാണ്. ആ ഒരു ഇതിലാണ് നമ്മള്. പക്ഷെ നിയമം മാറി. അപ്പൊ 30-ാം തീയതിക്കുള്ളിൽ അരി വാങ്ങിച്ചിട്ടുണ്ട്. മാസത്തെ അരി 12 കിലോ അരിയുണ്ട്. അപ്പൊ ഈ മാസം ഞങ്ങള് ചോറ് ഒക്കെ ആയിരിക്കും. ഓക്കെ, ഈ മാസം 25-ാം തീയതി ആയില്ലെന്ന്. ഈ കറികളൊക്കെ എങ്ങനെയുണ്ടാ? സൂപ്പർ ആയിട്ടുണ്ട്. വിശപ്പിനാണ് രുചി. അതറിയില്ലേ? അരിയൊക്കെ വാങ്ങിന്റെ കാര്യം പറഞ്ഞു. അരി ആട്ടപ്പൊടിയൊക്കെ വാങ്ങിയത് എങ്ങനെ? സ്വത്ത് കരോളിൽ പോയി പൈസ. പക്ഷെ ബാക്കിയുള്ള നിന്റെ ചില്ലറ പൈസ വന്നത് ഇവിടെ കരോള് വന്നപ്പോ